എത്ര വലിയ നീർന്ന ഓർമ്മകളുണ്ടെങ്കിലും ഓണം എല്ലാവർക്കും ആഘോഷമാണ്. ചൂരൽമലയിലെ മുണ്ടക്കയിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ണീരിൽ കുതിർന്നതാണ്. പക്ഷെ അപ്പോഴും ഈ ഓണത്തിന് അവർ ചെറിയ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട്. അതിനുള്ള സാമ്പാറും ഒക്കെ തന്നെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ വാർഡ് 19 വാർഡിൽ വന്നിട്ടുള്ള മുണ്ടക്കൈ ചൂരൽമലയിൽ എന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ രീതിയിലൊരു ഓണപരിപാടിയായിട്ട് സദ്യയായിട്ട് ഒരുക്കിയിട്ടാണ്. പിന്നെ കുടുംബശ്രീ മുഖാന്തരം ആളുകൾ ഉപ്പേരി, പപ്പടം, അച്ചാർ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ ചോറ്, പായസം, സാമ്പാർ എന്നിവ ഉണ്ടാക്കിയിട്ടുണ്ട്. ചേച്ചി, ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഓണം വലിയ ആഘോഷമായിരുന്നല്ലോ. ഇത്തവണ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. കഴിഞ്ഞ വർഷത്തെ ഓണം ഞങ്ങൾ നല്ലപോലെ ആഘോഷിച്ച് ഇപ്രാവശ്യം ഉരുൾപൊട്ടിയത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് മാറി താമസിച്ച് പോകണം. മെമ്പർ വന്നിട്ട് ഇവിടെ ഓണാഘോഷ പരിപാടി നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ തോതിലല്ലെങ്കിലും മെമ്പർക്ക് അതിനുള്ള നന്ദി പറയാണ്. അപ്പോൾ ഒരു വശത്ത് നമുക്കറിയാം പൂക്കളത്തിനുള്ള പൂക്കളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അതേസമയം മറുവശത്ത് ഇങ്ങനെ പൂ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. വാർഡ് മെമ്പർ കൂടിയായ അജ്മൽക്ക ഉണ്ട്. അജ്മൽക്ക, എന്താ ഈ പൂക്കളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ 30ഓളം കുടുംബങ്ങൾ ഈ വാർഡിലാണ് താമസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചൂരൽമല, മുണ്ടക്കൈ, എട്ടമല പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്ന ഒരു വയനാട് ജില്ലയിലെ സ്ഥലവും ഇതാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഈ നാടിൻ്റെ സ്നേഹവും കരുതലും അവരെ പരമാവധി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഇനിയുള്ള ഓരോ നിമിഷവും ഈ വാർഡിൽ അവരിപ്പോൾ താൽക്കാലിക ഇവിടെ താമസിക്കുമ്പോൾ അവർക്കുള്ള ഓരോ നിമിഷവും പരമാവധി സന്തോഷകരമാക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ ഇവരൊക്കെ മുണ്ടക്കയിലും ചൂരൽമലയിലൊക്കെ ഒരുമിച്ച് ഓണം ആഘോഷിച്ച കുടുംബങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ അവർ ആ ഓർമ്മകളൊക്കെ അവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട്. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും വിളിച്ചു ചേർത്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഇവർക്ക് വേണ്ടിയുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. സദ്യക്ക് വേണ്ട എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. സങ്കടമുണ്ട്, പക്ഷേ ഇപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിച്ചതാണ്. പക്ഷെ ഇപ്പോൾ കുറേ പേരില്ല, അതിൻ്റെ ഒരു വിഷമം. സ്കൂളിലായാലും നമ്മൾ അയൽവാസിക്കാരുമായിട്ട് വലിയൊരു ആഘോഷമായിരുന്നു. ഇപ്പോഴും അതിനെ പറ്റി ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നാട്ടുകാർ ഒരുക്കി തന്നതിനെ കൊണ്ട് ഞങ്ങൾക്കിത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം. കഴിഞ്ഞ പ്രാവശ്യം വലിയൊരു ആഘോഷമായിരുന്നല്ലോ. വളരെ വിഷമമാണ്. ഇപ്പോഴത്തെ ഓണം വളരെ വിഷമമായിട്ടുള്ള ഒരു ഓണമാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ല അടിപൊളിയായിട്ട് ഓണമൊക്കെ കഴിച്ച് ഉഷാറായി പോയതാണ്. എല്ലാം നഷ്ടപ്പെട്ടു. വീട് ഫുള്ള് നഷ്ടപ്പെട്ടു, പൂർണ്ണമായിട്ട് പോയി. ഇങ്ങനെ ഓണം ആഘോഷിക്കണം എന്ന് വിചാരിച്ചതല്ലോ അല്ല, ഇങ്ങനെ ഓണം ആഘോഷിക്കണം ഗംഭീരമായിട്ട് ആഘോഷിക്കണം എന്ന് തന്നെ വിചാരിച്ചത്. ഇപ്പോഴത്തെ ഓണം ഭയങ്കര വിഷമത്തോടു കൂടിയുള്ള ആഘോഷമാണ്. ദുരന്തത്തിന്റെ എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ചിരിയും കളിയും സന്തോഷവും നിറഞ്ഞ മുഖങ്ങളുമായി അവർ ഓണം ആഘോഷിക്കുകയാണ്. പുതിയൊരു പ്രതീക്ഷയുടെ നാളേക്കായി. വയനാട്ടിൽ നിന്നും ഷമീർ മച്ചിങ്ങൾക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.